നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളടങ്ങിയ കവിതാ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. തുടക്കം. എല്ലാത്തിനും തുടക്കം, ജീവിതത്തിന് തുടക്കം, ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പുതുതായ പലതിൻ്റെയും തുടക്കം. ആ തുടക്കവും അതിൻ്റെ ഒടുക്കവുമെല്ലാം നാം അറിയാതെ സംഭവിക്കുന്നതാണ്. ഈ കവിത എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് 10-30 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സംഭവമാണ്. മറ്റൊന്നുമല്ല, ഗൾഫ് ടൈംസ് എന്നുള്ള ഖത്തറിലെ പത്രത്തിൽ ആദ്യമായി ഞാനെന്ന എഴുത്തുകാരനെ പരിചയപ്പെടുത്തുന്നതും എന്നെക്കുറിച്ച് കളർ ചിത്രത്തോടുകൂടി ഒരു ഇൻ്റർവ്യൂ അതിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തത് അരവിന്ദ് നായർ എന്നുള്ള അതിൻ്റെ സബ് എഡിറ്ററായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കേരളത്തിലുണ്ട്, വിശ്രമജീവിതം നയിക്കുകയാണ്. നേരിൽ കണ്ടിട്ട് അതിന് വർഷങ്ങളായി. ഈ സംഭവം ഇവിടെ പറയാൻ കാര്യം, ഞാനന്ന് ഖത്തറിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, മലയാളിയായ മാനേജിംഗ് ഡയറക്ടർ എന്നോട് പറഞ്ഞു, ആ സംഭവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവലോകനം ചെയ്യാതെ തനിക്ക് തോന്നിയ അഭിപ്രായം എനിക്ക് ആ കമ്പനിയിൽ ഒരു ജോലി തരികയും ഞാനത് നിർവിഘ്നം തുടരുകയും ചെയ്യുന്നതിനിടയ്ക്കാണ് അപ്രതീക്ഷിതമായി ഒരു സംഭവം ഉണ്ടാകുന്നത്. അന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, കുറച്ച് ദേഷ്യത്തിലായിരുന്നു. ഇന്നും അദ്ദേഹം ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, തൻ്റെ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് അലർജിയാണ്. ലോകത്ത് ഒരു മനുഷ്യനും ഒരാളോടും പറയാൻ പാടില്ലാത്ത ഒരു വാക്കാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അത് എൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ മുറിവേറ്റു. എൻ്റെ പേര് കേൾക്കുന്ന നിങ്ങൾ എൻ്റെ പേര് നിരന്തരം കേൾക്കാൻ കാരണഭൂതനാകണം എന്നുള്ള മനസ്സിൻ്റെ വാഞ്ച, മനസ്സിൻ്റെ ആഗ്രഹം, അദ്ദേഹത്തോടുള്ള മധുരതരമായ പ്രതികാരം എന്ന കണക്ക് ഞാൻ വർഷങ്ങളോളം അത് കൊണ്ടു നടന്നു. അവിടെ വച്ചാണ് ഗൾഫ് ടൈംസിൻ്റെ സബ് എഡിറ്ററുമായി സംസാരിക്കാൻ ഇടയുണ്ടാകുന്നതും അദ്ദേഹത്തോട് എൻ്റെ സാഹിത്യ സവരിയെക്കുറിച്ചും എഴുത്തുകളെക്കുറിച്ചും ഞാൻ വിശദമായി പ്രതിപാദിക്കുന്നത്. അന്ന് തന്നെ ഏകദേശം 6 പുസ്തകങ്ങളോളം, കവിതയും യാത്രാവിവരണവും നോവലും ഉൾപ്പെടെ 6ഓളം പുസ്തകങ്ങൾ അന്ന് പബ്ലിഷ് ചെയ്തിരുന്നു. എൻ്റെ സാഹിത്യ സബരിയെക്കുറിച്ച് വിശദമായി അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം ഗൾഫ് ടൈംസിൻ്റെ ഒരു ലക്കത്തിൽ അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ വലിയ തലക്കെട്ടോടുകൂടി എ മാൻ വിത്ത് മെനി ലിറ്റററി ഫിംഗേഴ്സ് എന്നുള്ള രീതിയിൽ ഒരു ഇൻ്റർവ്യൂ അതിൽ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ, ഞാനത് അറിയുന്നില്ല, അന്ന് എൻ്റെ ഒരു സുഹൃത്ത് ആറ്റിങ്ങൽ സ്വദേശിയായ സൈഫുദ്ദീൻ എന്ന ആൾ ഫോണിൽ വിളിച്ച് എന്നോട് പറയുമ്പോൾ, ഞാൻ ഇന്ത്യൻ എംബസിയിലെ സാംസ്കാരിക കേന്ദ്രത്തിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ നിദ്രയിലായിരുന്നു. രാത്രി 10-11 മണി കഴിഞ്ഞ് പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ദിനചര്യകളെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ തന്നെ, വായനയും എഴുത്തും എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ തന്നെ 1-2 മണിയാകും. പിറ്റേ ദിവസം 11 മണിയോടുകൂടിയാണ് ഞാൻ ഉണർന്നത്. ഉണരുമ്പോൾ ഒരു ഫോണിൻ്റെ ബെൽ നാദം കേട്ടാണ് ഞാൻ ഉണരുന്നത്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് സൈഫുദ്ദീൻ എന്നെ വിളിച്ച് പറയുമ്പോൾ ഞാൻ കരുതി, എന്താണ്
അപ്പോഴാണ് പറഞ്ഞത് ഗൾഫ് ടൈംസിൽ ദിവ്യയെക്കുറിച്ചിട്ടുള്ളൊരു നല്ലൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, കാണുമല്ലോ. പിന്നെ ആ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നറിയാനുള്ള ആകാംക്ഷയായി. എങ്ങനെയെങ്കിലും ഗൾഫ് ടൈംസിൻ്റെ ഒരു പേപ്പർ സംഘടിപ്പിക്കണം. അവിടുന്ന് ഡ്രസ്സെല്ലാം മാറി ടാക്സിയിൽ പല കടകളിലും കയറി ഇറങ്ങി ആ പേപ്പറിൻ്റെ വിലയുടെ 50 ഇരട്ടി പൈസ ചിലവഴിച്ചാണ് അതിൻ്റെ ഒരു കോപ്പി ഞാൻ സംഘടിപ്പിക്കുന്നത്. അപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയ വികാരം, എൻ്റെ മനസ്സിൽ തോന്നിയ ചിന്ത, ഈ പത്രം സ്ഥിരം വായിക്കുന്ന ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ മാനേജർ ഈ മുഖവും ഈ മാറ്ററും വായിക്കാതിരിക്കില്ല എന്ന് 100% എനിക്കറിയാമായിരുന്നു. കാരണം എന്നും പേപ്പർ വായിച്ച ശേഷമാണ് കാര്യങ്ങളെല്ലാം അവിടെ നടക്കുക. അപ്പോൾ ആ ഒരു മധുരതരമായിട്ടുള്ള പ്രതികാരം പിൽക്കാലത്ത് 100 കണക്കിന് പത്രങ്ങളിലും 10-12ഓളം ബൃഹത്തായിട്ടുള്ള ചാനലുകളിലും ഇൻ്റർനാഷണൽ ചാനലുകളിലും ഉൾപ്പെടെ എൻ്റെ സൃഷ്ടികളെക്കുറിച്ചും എൻ്റെ എഴുത്തിനെക്കുറിച്ചും ഒക്കെ ഇൻ്റർവ്യൂകളും മറ്റും വരികയുണ്ടായി. അഹന്തോടെയല്ല ഇത് പറയുന്നത്. ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയെ മുഖമടച്ച് ആക്ഷേപിക്കരുത്. അത് അക്ഷന്തവ്യമായ തെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ മനസ്സിൽ മുട്ടിട്ട ഒരു കവിതയാണ് തുടക്കം. അതിലെ ചില വരികൾ ഞാനിവിടെ ആലപിക്കാം. ഒന്നിൻ്റെ തുടക്കം മറ്റൊന്നിൻ്റെ ഉയർച്ചയിലേക്ക്, ഒന്നിൻ്റെ തുടക്കം മറ്റൊന്നിൻ്റെ ഉയർച്ചയിലേക്ക് നയിക്കുന്നു ആരവങ്ങളില്ലാത്ത പലപ്പോഴും. ഒന്നിൻ്റെ തുടക്കം മറ്റൊന്നിൻ്റെ ഉയർച്ചയിലേക്ക് നയിക്കുന്നു ആരവങ്ങളില്ലാതെ പലപ്പോഴും. അനുഭവങ്ങളാണ് ജീവന്റെ രസതന്ത്രം മെനയുക, അനുഭവങ്ങളാണ് ജീവന്റെ രസതന്ത്രം മെനയുക. അജ്ഞാതമാം ശക്തി നിപതിക്കുന്നു മനുഷ്യ മനസ്സിൽ പലപ്പോഴും. അജ്ഞാതമാം ശക്തി നിപതിക്കുന്നു മനുഷ്യ മനസ്സിൽ പലപ്പോഴും. തുടർന്നുള്ള വരികളും ദൃശ്യങ്ങളും കാണുക, ആസ്വദിക്കുക. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. ഒന്നിൻ്റെ തുടക്കം മറ്റൊന്നിൻ്റെ ഉയർച്ചയിലേക്ക്, ഒന്നിൻ്റെ തുടക്കം മറ്റൊന്നിൻ്റെ ഉയർച്ചയിലേക്ക് നയിക്കുന്നു ആരവങ്ങളില്ലാതെ പലപ്പോഴും. അനുഭവങ്ങളാണ് ജീവന്റെ രസതന്ത്രം മെനയുക, അനുഭവങ്ങളാണ് ജീവന്റെ രസതന്ത്രം മെനയുക. അജ്ഞാതമാം ശക്തി നിപതിക്കുന്നു മനുഷ്യ മനസ്സിൽ പലപ്പോഴും. അജ്ഞാതമാം ശക്തി നിപതിക്കുന്നു മനുഷ്യ മനസ്സിൽ പലപ്പോഴും. വേദവും വേദാന്തവും സ്ഫുരിക്കുന്ന മനസ്സുകളിൽ ദാരിദ്ര്യവും ദുഃഖവും തളം കെട്ടി നിൽക്കുന്നു വീണ്ടും വിചാരമില്ലാതെ. വേദവും വേദാന്തവും സ്ഫുരിക്കുന്ന മനസ്സുകളിൽ ദാരിദ്ര്യവും ദുഃഖവും തളം കെട്ടി നിൽക്കുന്നു വീണ്ടും വിചാരമില്ലാതെ. എല്ലാം നേടി വരുമ്പോൾ കാണുന്നു സുഖത്തിൻ്റെ നേർരേഖ. എല്ലാം നേടി വരുമ്പോൾ കാണുന്നു സുഖത്തിൻ്റെ നേർരേഖ. പക്ഷേ മനസ്സോ കെട്ടിവരിഞ്ഞ മൃഗത്തെ പോലെ ത്രസിക്കുന്നു.
എല്ലാം നേടി വരുമ്പോൾ കാണുന്നു സുഖത്തിൻ്റെ നേർരേഖ. പക്ഷേ മനസ്സോ കെട്ടിവരിഞ്ഞ മൃഗത്തെ പോലെ ത്രസിക്കുന്നു. എന്താണിതിനൊക്കെ അർത്ഥമെന്ന് പറയുക വയ്യ. എന്താണിതിനൊക്കെ അർത്ഥമെന്ന് പറയുക വയ്യ. എങ്കിലും കാലചക്രം കറങ്ങിത്തിരിയുന്നു വീണ്ടും വീണ്ടും. എന്താണിതിനൊക്കെ അർത്ഥമെന്ന് പറയുക വയ്യ. എങ്കിലും കാലചക്രം കറങ്ങിത്തിരിയുന്നു വീണ്ടും വീണ്ടും. പുതിയ പുതിയ അറിവിൻ്റെ മേഖലയിൽ വിലസുന്നു. പുതിയ പുതിയ അറിവിൻ്റെ മേഖലയിൽ വിലസുന്നു. എല്ലാം സർവപര്യവസായിയായി തീരാൻ കൊതിക്കുന്ന മനുഷ്യ മനസ്സ് എന്നുമെന്നും തുടങ്ങുന്നു ജീവിതമെന്ന കൊടുമുടിയിൽ. എല്ലാം സർവപര്യവസായിയായി തീരാൻ കൊതിക്കുന്ന മനുഷ്യ മനസ്സ് എന്നുമെന്നും തുടങ്ങുന്നു ജീവിതമെന്ന കൊടുമുടിയിൽ. ഒന്നിൻ്റെ തുടക്കം മറ്റൊന്നിൻ്റെ ഉയർച്ചയിലേക്ക് നയിക്കുന്നു. ആരവങ്ങളില്ലാതെ പലപ്പോഴും അനുഭവങ്ങളാണ് ജീവന്റെ രസതന്ത്രം മെനയുക. അനുഭവങ്ങളാണ് ജീവന്റെ രസതന്ത്രം മെനയുക. അജ്ഞാതമാം ശക്തി നിബധിക്കുന്നു മനുഷ്യ മനസ്സിൽ പലപ്പോഴും. വേദവും വേദാന്തവും സ്ഫുരിക്കുന്ന മനസ്സുകളിൽ ദാരിദ്ര്യവും ദുഃഖവും തളം കെട്ടി നിൽക്കുന്നു വീണ്ടും വിചാരമില്ലാതെ. എല്ലാം നേടി വരുമ്പോൾ കാണുന്നു സുഖത്തിൻ്റെ നേർരേഖ. പക്ഷേ മനസ്സോ കെട്ടിവരിഞ്ഞ മൃഗത്തെ പോലെ ത്രസിക്കുന്നു. എല്ലാം നേടി വരുമ്പോൾ കാണുന്നു സുഖത്തിൻ്റെ നേർരേഖ. പക്ഷേ മനസ്സോ കെട്ടിവരിഞ്ഞ മൃഗത്തെ പോലെ ത്രസിക്കുന്നു. ഒന്നിൻ്റെ തുടക്കം മറ്റൊന്നിൻ്റെ ഉയർച്ചയിലേക്ക്. ഒന്നിൻ്റെ തുടക്കം മറ്റൊന്നിൻ്റെ ഉയർച്ചയിലേക്ക് നയിക്കുന്നു. ആരവങ്ങളില്ലാതെ പലപ്പോഴും അനുഭവങ്ങളാണ് ജീവന്റെ രസതന്ത്രം മെനയുക. അനുഭവങ്ങളാണ് ജീവന്റെ രസതന്ത്രം മെനയുക. അജ്ഞാതമാം ശക്തി നിബധിക്കുന്നു മനുഷ്യ മനസ്സിൽ പലപ്പോഴും. അജ്ഞാതമാം ശക്തി നിബധിക്കുന്നു മനുഷ്യ മനസ്സിൽ ചിലപ്പോഴും.